സുപ്രഭാതം, എല്ലാവർക്കും അമ്മൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഭവം വീണ്ടും ഒരു മഹാരാഷ്ട്രീയൻ റെസിപ്പിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാം, വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, വളരെ സ്വാദിഷ്ടകരമാണ്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. സോ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഓക്കെ, ഇത് മട്കി ദാലാണിത്. ഇംഗ്ലീഷിൽ അതിനെ മോത്ത് ബീൻ എന്ന് പറയും. ഇത് മാർക്കറ്റിൽ സുലഭമായ ഒരു ധാന്യമാണ്. മഹാരാഷ്ട്രയിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ചെറുപയർ പോലെ ഉണ്ടാവും, ചെറിയ ബ്രൗണിഷ് കളറായിരിക്കും. ഇനി നമുക്ക് മട്കി ഒരു പാത്രത്തിലേക്കാം. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് 1.5 കപ്പിന് സോക്ക് ചെയ്ത് വെക്കണം. നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. അതിനുശേഷം അതിൻ്റെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് ഉള്ളി അരിഞ്ഞ് വയ്ക്കുക. ചെറുതായി അരിഞ്ഞ് വയ്ക്കണം. കൂടെ ഇഞ്ചി ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അതിനെ ചെറുതായി അരിഞ്ഞ് വയ്ക്കുക. 2 തക്കാളി വേണം. തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. 8 10 വെളുത്ത ഉള്ളി നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. അവസാനം അതിൽ വേണ്ടത് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നമുക്കതിൽ തൂവാനുള്ള മല്ലിയില. അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇത് കൂടാതെ മറ്റുള്ള ഗരം മസാല ഇത് കുറച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇതിലും കൂടുതൽ മഹാരാഷ്ട്രൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇതിലിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് പെരിഞ്ജീരകം 1.5 ടേബിൾ സ്പൂൺ, 5 ഗ്രാമ്പൂ, ഒരു വലിയ ഏലക്കായും 2 ചെറിയ ഏലക്കായ, ജാവിത്രി, അതുകൂടാതെ കറുവപ്പട്ട 2 3 യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്ക് സ്റ്റാർ അനൈസ് എന്ന് പറയും, അതായത് സ്റ്റാർ ഫൂൾ എന്നും പറയാൻ. ഇതെല്ലാം ചേർത്തിട്ട് മിക്സിയിൽ വെള്ളുള്ളി അതുപോലെ ഇഞ്ചി അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒരു പേസ്റ്റാക്കി നമുക്ക് എടുക്കാം. ഇനി ഒരു കുക്കർ എടുത്തിട്ട് സ്റ്റൗവിൽ വയ്ക്കുക. സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 5 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന മസാലക്കൂട്ട് അതിലേക്ക് ഇടാം. ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് ഇളക്കണം. അടി പിടിക്കരുത്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിലാകുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി നമുക്ക് ചേർക്കാം. ഉള്ളി ഇട്ടതിന് ശേഷം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കൂടെ അരിഞ്ഞു വെച്ച തക്കാളി നമുക്ക് ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് വേണ്ടത് പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അടുത്ത് വേണ്ടത് നമുക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1.5 ടീസ്പൂൺ നല്ല കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ. ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കുറച്ച് ഉപ്പും അതിൽ ചേർക്കാം. ചേർത്ത് എല്ലാം ചേർത്ത് നന്നായിട്ട് മിശ്രിതം നന്നായിട്ട് ചേരണം. ഇളക്കിക്കൊണ്ടേയിരിക്കണം. കരിഞ്ഞു പോകരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മട്കി ദാൽ ഈ പാത്രത്തിലേക്ക് നമുക്ക് ചേർക്കാം. വീണ്ടും ഒന്നുകൂടി നമുക്ക് അതിനെല്ലാം കൂടെ മിക്സൊക്കെ കൂടെ കസ്തൂരി മേത്തി ഫ്ലേവറിന് കുറച്ച് വേണമെങ്കിൽ ഇടാം. കുറച്ച് നല്ല ഫ്ലേവർ കിട്ടും അതിന്. ടൊമാറ്റോ നല്ലപോലെ ചേർക്കുക, കാരണം ഉടഞ്ഞിട്ടുണ്ട് നന്നായിരിക്കും. അതിനുശേഷം 1.5 ഗ്ലാസ് വെള്ളം ഈ മട്കി ദാൽ വേവാൻ വേണ്ടി നമുക്കതിൽ ചേർക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളർ ഏകദേശം നല്ല ബ്യൂട്ടിഫുൾ കളറാണ്. കാണാൻ കുറച്ച് ദാലിൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ട്, ചുവന്ന കളറ്. ഇനി നമുക്ക് വേവിക്കണം. കുക്കറിലൊരു 5 വിസിൽ വരെ നമുക്ക് കാത്തിരിക്കാം. 5 വിസിൽ കഴിഞ്ഞ് വെന്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്തതിന് ശേഷം അതിന് മേൽ നമുക്ക് മല്ലിയിലയിട്ട് കഴിക്കാനുള്ള പരുവത്തിലാക്കാം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് ചപ്പാത്തിയുടെ കൂടെയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈഡ് ഡിഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു നല്ലൊരു പ്രത്യേകതര കറിയാണ്. ഒരുപാട് പോഷകമൂല്യമുള്ളൊരു സംഗതിയാണ്. പ്രോട്ടീൻസും ഫൈബേഴ്സും അടങ്ങിയ ഒരു ഡിഷാണ് ഇത്. നോർമലി മഹാരാഷ്ട്രൻസ് ഉണ്ടാക്കുന്നത് സ്പ്രൗട്ട് ചെയ്തിട്ടാണ്.
മുളപ്പിച്ചെടുത്ത വിത്ത് 10-20 മിനിറ്റ് നല്ല തിളപ്പിച്ച ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം മട്ക്കി ഇട്ടിട്ട് അതിനൊന്ന് കുതിരാൻ വെക്കുന്ന രീതിയുണ്ട്. ഇതിൽ ഏത് രീതി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ സാധാരണ വെള്ളത്തിലാണ് ഇത് ചെയ്തിട്ട് 10-15 മിനിറ്റ് വെച്ചിട്ട് എടുത്തിരിക്കുന്നത്. ഉണ്ടാക്കി കഴിക്കുക. അതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞങ്ങൾക്കൊരു മോട്ടിവേഷനായിരിക്കും. ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ നല്ല നല്ല റെസിപ്പി എല്ലാം ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വരുന്നേ ഉള്ളതെല്ലാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം അതിനെപ്പറ്റി, അതും പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.